മാതൃവേദി അംഗങ്ങളെ, സാൻതോം പള്ളി ഈ ആഴ്ച ഒരുമിച്ച് കൂടുമ്പോൾ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വൈദികർക്കും സിസ്റ്റേഴ്സിനും ലോക സമാധാനത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അറിയാൻ കഴിഞ്ഞു. എൻ്റെ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് അവിടുത്തെ വചനമാണ്. 2 or 3 പേർ ഒരുമിച്ച് കൂടി എൻ്റെ നാമത്തിൽ നിങ്ങളെന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് നിങ്ങൾക്ക് ദൃശ്യമല്ലെങ്കിലും അത് ഞാൻ സാധിച്ചു തരുമെന്നുള്ള കാര്യമാണ്. അമേരിക്കയിൽ, ആഫ്രിക്കയിൽ, കോങ്കോയിൽ എവിടെയെങ്കിലും വൈദികൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ടാണ് ആ വൈദികൻ ജനിച്ചിരിക്കുക. ഏതെങ്കിലും രാജ്യത്ത്, അത് ഹോങ്കോങ്ങിലാകാം, ഫിലിപ്പൈൻസിലാകാം, ഒരു സിസ്റ്റർ ഉടുപ്പിടുമ്പോൾ അത് സംഭവിച്ചിരിക്കുക ആരും അറിയാത്ത നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴിയായിട്ടാകാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, എൻ്റെ മംഗളങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, നോമ്പ് കാലത്തിൻ്റെ ഈ പരിസമാപ്തിയിലേക്ക് സാവധാനം വരുമ്പോൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, നമുക്കെല്ലാവർക്കും ക്രിസ്തുവായി തീരുവാനായിട്ടുള്ള അനന്തമായ സാധ്യതകളുണ്ട്. നന്മയിലൂടെ, ആതിഥ്യത്തിലൂടെ, ഔദാര്യത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടുന്ന് കാൽവരി മലയിൽ നമുക്ക് വേണ്ടി നൽകിയതായ ബലി നമ്മുടെ ജീവന്റെ ഭാഗമായിട്ട് മാറുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബജീവിതത്തെ ശക്തിപ്പെടുത്തും, നിങ്ങളുടെ ബന്ധങ്ങളെ സുദൃഢമാക്കും. മാത്രമല്ല, നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയും ചെയ്യും. പൗലോസ്ലീഹയുടെ വാക്കുകൾ ഓർക്കുക, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകട്ടെ എന്നുള്ളതാണ്. ക്രിസ്തു നമ്മളിൽ വളരുവാനായിട്ട് അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ സെബാസ്റ്റ്യൻ പിതാവ് നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു.